ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ 4G ആണ് വണ്ടി ജന സർവീസായിട്ട് കയറ്റിയാണ് കേട്ടോ. ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെയായിട്ടും അയച്ചാണ്. അപ്പോൾ ലൈനർ കമ്പനി ലൈനർ തന്നെ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ കിടക്കണേ. അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. നമുക്ക് ഈ തവണത്തേക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. കാരണം അതിനകത്ത് ഈ ലൈനർ പീസ് അത്യാവശ്യം ഒരുവിധം ആയിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. പിന്നെ അതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലെവൽ കാണിക്കണേ ചേട്ടാ. അപ്പോൾ നമുക്ക് ആ കൂടി 120 മില്ലി ഓയിലാണ് വന്നത്. അപ്പോൾ ആ ഓയിലൊന്ന് ചേഞ്ച് ചെയ്തേക്കാം. കാരണം ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമുക്ക് ഈ അടുത്തൊന്നും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല, ലെവൽ കുറവാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ വലിയ മോശം എന്ന് പറയാനില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിൻ്റെ എയർ ഫിൽറ്ററാണ് കിടക്കുന്നത്. കുറച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിനകത്തായാലും ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നിലവിൽ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും ബെൽറ്റ് ഓക്കെയാണ്, നിലവിൽ വേറെ പ്രശ്നമില്ല. ഹോണ്ടയുടെ ഒറിജിനൽ ജെനുവിൻ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തത്. ഓക്കെ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് ഡ്രൈവ് ഒക്കെയാണ് ഈ യൂണിറ്റ്. നിലവിൽ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നോർമൽ തേമാനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നോർമൽ നമ്മുടെ ഉപയോഗം കണക്കാക്കി നോക്കുമ്പോൾ അത് വലിയ കൂടുതലൊന്നും പറയില്ല. പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റാണത്. വേറെ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഓക്കെയാണ്. ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ കിക്കറിൻ്റെ വീലും നമ്മളൊന്ന് കൂട്ടത്തിൽ കിടന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ചോക്കിൻ്റെ കേബിൾ ഓൾറെഡി പൊട്ടിയിരിക്കണം. ഇതുണ്ട്, ഓൾറെഡി പൊട്ടിയിട്ടിരിക്കണേ. ചോക്ക് വർക്കിങ്ങും അല്ല, നല്ല ടൈറ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം ഇതാണ് ആക്സിലേറ്ററും കാണിക്കുക. ആക്സിലേറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൈഡൊക്കെ തിരിക്കുമ്പോൾ റേസ് ആവുന്ന കണ്ടീഷനിലേക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ ടൈറ്റായിട്ടാണ് കാണിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷനിലൊന്ന് ഓപ്പൺ ആയിട്ടൊന്ന് കഴുകി പോകുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും സമയം ഇച്ചിരി ലേറ്റായിട്ടാണ് കയറിയേക്കണേ. വാഷിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല, സമയം കിട്ടാൻ സാധ്യതയില്ല. നാളത്തേക്കാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് കൊണ്ടുപോകാമായിരുന്നു. അവരുടെ ഉള്ളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റാവും. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്ക് ആരംഭമാണ് ഗ്യാസ്കറ്റിൻ്റെ. അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ് കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ്. അതിൻ്റെ ബുഷൊക്കെ ഓൾറെഡി പോയി കിടക്കാം. അപ്പോൾ അത് ബുഷൊന്ന് ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ ബുഷ് മാറ്റുമ്പോൾ രണ്ടിനും മാറുന്നുണ്ട്, രണ്ട് സൈഡും പോയേക്കാതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ തന്നെ കുഷൻ അസംബ്ലിയുടെ ആ റബ്ബറും നമുക്ക് ചേഞ്ച് ചെയ്തിടണം കേട്ടോ. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് 2020 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.83 വരെ കാണിക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് വിട്ടിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വണ്ടി കാണിക്കാം. കാരണം എന്താ വെച്ചാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് സെൽഫായിരിക്കും. അപ്പോൾ ഇപ്പോൾ സെൽഫൊക്കെ എടുക്കണം നോക്കണ്ടോ, എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ. അതൊന്ന് കരുതിയേക്കാം. സെൽഫിൻ്റെ പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ആണെന്നുള്ള ദിവസം കണക്കാക്കുക, ബാറ്ററി മാറ്റിടാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പുതിയ പ്ലഗ് കിടക്കണം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് ചേഞ്ച് ചെയ്തതാണ്. പിന്നെയുള്ളത് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണത്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫോം ടൈപ്പാണ്, മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം, എൻജിൻ ഓയിൽ മാറണം. പിന്നെ ബാക്കിൽ തന്നെ ഓൾറൗണ്ട് കാർഡ് ഓൾറെഡി വെൽഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്ത് കയറ്റാം. അങ്ങനെ 2 കേസ് കൂടി അഡീഷണൽ വർക്കായിട്ടുണ്ട് നമുക്ക് കേട്ടോ. സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസാണ് ഇപ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ, ആ പാർട്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എത്ര വരും എന്നുള്ളത് ഏകദേശം നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാനൊന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ജസ്റ്റ് നോക്കുന്ന സമയത്തുണ്ടല്ലോ, ബാക്കിൽ യൂസ് ചെയ്തേക്കണ ടയർ എന്ന് പറഞ്ഞാൽ മാക്സിമം തീർന്ന് നിൽക്കണം കേട്ടോ. ഇത് മാക്സിമത്തിലെത്തി ഫുള്ള് തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നേക്കുന്ന ടയർ അത്യാവശ്യം കട്ടയുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഈ മോഡൽ ടയർ എന്തെങ്കിലും മേടിച്ചു ഇനി മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കമ്പനി വന്ന മോഡലുണ്ടല്ലോ, ഹോണ്ട വിടുന്ന മോഡൽ, സാപ്പർ മോഡൽ എന്ന് പറയാൻ, ആ മോഡൽ ടയർ യൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ടയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യാം, പുതിയ ടയർ ഫ്രണ്ടിലിടാം, കമ്പനി വന്ന മോഡൽ ടയർ ഫ്രണ്ടിലിടാം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനൊരു സ്മൂത്ത്നെസ് കാര്യങ്ങൾ കിട്ടും. തന്നെയല്ല നമുക്ക് ബാക്കിലെ ടയർ ഓൾറെഡി തീർന്നാൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ടയറിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് പെടുത്തുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കടെ നമ്മളത് റൊട്ടേഷൻ കൂടിയും ചെയ്തു തരാം. പുറമെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അവർ ബാക്ക് ടയർ അയച്ചിട്ട് അത് അങ്ങനെ തന്നെ കയറ്റിടും. പക്ഷേ നമുക്കതൊരു ഉപകാരത്തിൽ വരില്ല. കാരണം ഈ ടയർ ഓൾറെഡി കട്ട ഒരുപാട് ഗ്രിപ്പുള്ള ടൈപ്പാണ്. കുറച്ചും കഴിയുമ്പോഴത്തേക്കും വെട്ടി തേയാൻ തുടങ്ങും. അപ്പോൾ റൊട്ടേഷൻ ചെയ്തിടണമാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഞാൻ ഈ എസ്റ്റിമേറ്റിൽ അത് പെടുത്തിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണ ഈ കൂട്ടത്തിൽ തന്നെ അത് മാറ്റിയിടാം. അപ്പോൾ അതിന് നമുക്ക് അഡീഷണൽ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല. ആ ടയറിൻ്റെ എമൗണ്ടോ ടയർ ഫില്ല് ചെയ്യണ പൈസ മാത്രമേ നമുക്ക് വരുള്ളൂ.
അപ്പോൾ ബാക്കിയത്തെ ഞാനപ്പോൾ അത്യാവശ്യം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.